ഏത് ടോപ്പിക്ക് വേണമെന്ന് സെലക്ട് ചെയ്ത് അത് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വ്യൂസും വാച്ചവറും സബ്സ്ക്രൈബേഴ്സും കൂടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് പുതുതായിട്ട് ചാനൽ തുടങ്ങാൻ ഇരിക്കുന്നവർക്കും തുടങ്ങിയവർക്കും തുടങ്ങിയിട്ട് എവിടെയും എത്താത്തവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഏകദേശം ഒരു 10-45 യൂട്യൂബ് ടിപ്സ് വീഡിയോകളോളം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാം കൂടെ പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കാണണേ. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് സബ്സ്ക്രൈബേഴ്സ് ആകുന്നില്ല, വാച്ചവേഴ്സ് ആകുന്നില്ല, അല്ലേ, വ്യൂസ് ഇല്ല എന്നൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആകും, 1000 സബ്സ്ക്രൈബേഴ്സ് ആകും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടും അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ പറഞ്ഞ് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആക്കൂല എല്ലാവരും. കൂടുതലും കൂട്ടുകുടുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആക്കുക. ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കുന്നുണ്ട് എല്ലാവരും അല്ലേ. പക്ഷേ വാച്ചവേഴ്സ് ആക്കാനാണ് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടെന്ന് പറയുന്നല്ലേ. അപ്പോൾ വാച്ചവേഴ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തുടക്കം മുതലേ ശ്രദ്ധിച്ച് വരണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുന്നു. അപ്പോൾ തുടക്കക്കാരൊക്കെയാണ് ഞാൻ. അപ്പോൾ ചെറിയ വീഡിയോ ഇടാം എങ്കിൽ മാത്രമേ നമുക്ക് വ്യൂസ് എന്താണ് കിട്ടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലരും ചെറിയ വീഡിയോസാണ് ഇടുക. 1 മിനിറ്റ് 1.30 മിനിറ്റ് അങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതൽ പേരും ഇടുക, ഞാൻ ഉൾപ്പെടെ കേട്ടോ. ഞാനും തുടക്കത്തിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ്, 1/2 മിനിറ്റുള്ള വീഡിയോസൊക്കെയാണ് ഇട്ട് പോകുന്നത് കേട്ടോ. എനിക്ക് വീഡിയോസ് തന്നെ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ട് ഇടും, ചിലപ്പോൾ ഹൊറിസോണ്ടലായിട്ട് അങ്ങനെയുള്ള വീഡിയോസ് ഇടും. അപ്പോൾ ശരിക്കും വീഡിയോസിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഹൊറിസോണ്ടലായിട്ടാണ് കേട്ടോ. വെർട്ടിക്കലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ 3 മിനിറ്റിൽ താഴെയുള്ള വെർട്ടിക്കൽ വീഡിയോസൊക്കെ ഷോർട്സിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബ്. അപ്പോൾ കുറേ എൻ്റെ എന്താണ് വീഡിയോൻ്റെ വാച്ചവേഴ്സ് മൈനസ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എങ്ങനെയാണ്, വാച്ചവർ ആകുന്നില്ല എന്നാണല്ലേ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയവർക്ക് വാച്ചവർ ആകാത്തതിൻ്റെ മെയിൻ കാരണം അവർ ചെറിയ വീഡിയോസ് ഇട്ടിട്ടാണ് കേട്ടോ. 1 മിനിറ്റ് അതുപോലെ 3 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ പേര് ഇടുക അല്ലേ. അങ്ങനെ ഒരിക്കലും ഇടാൻ പാടില്ല. എനിക്ക് അറിയുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. കാരണം ഞാൻ തുടക്കത്തിൽ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പം ഞാൻ മാറ്റിയിട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ എങ്കിലും എടുക്കാൻ നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ തട്ടിക്കൂട്ടി 1 മിനിറ്റ് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് എവിടെ എത്തില്ല കേട്ടോ വാച്ചവർ എന്ന് പറയുന്നത്. കാരണം ഈ 1 മിനിറ്റുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 സെക്കൻഡ് പോലും ഒരാൾ കാണത്തില്ല. അപ്പോൾ എത്ര ഈ 10 സെക്കൻഡ് എടുത്താലാണ് 1 മിനിറ്റ് ഒരു മിനിറ്റ് അല്ല 1 മിനിറ്റ് ആകുക, അല്ലെങ്കിൽ ആ പിന്നെ 1 അവേഴ്സ് ആകുക എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആവറേജ് ഒരു 10 മിനിറ്റുള്ള വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക, ചിലപ്പോൾ എല്ലാവരും മാക്സിമം ഒരു 3 മിനിറ്റെങ്കിലും കാണുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അത്രയും വാച്ചവർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. മനസ്സിലായി. ഇപ്പോൾ ഒരു 100 പേരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്രയും വാച്ചവർ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഇടാൻ നോക്കുക. മാക്സിമം നിങ്ങൾക്ക് എത്ര ലെങ്ത് പറ്റുമോ അത്രയും ലെങ്ത് കൂട്ടാൻ നോക്കുക കേട്ടോ. അപ്പോൾ ലെങ്ത്ത് ഇപ്പോൾ 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്രോമിലൂടെ പോയിട്ട് ഇത് ഓൺ ചെയ്യണം. അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യാത്തവരൊക്കെ അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റിൽ കൂടുതലുള്ളതും 15 മിനിറ്റിൽ കൂടുതലുള്ളതും 20 മിനിറ്റിൽ കൂടുതലുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ലൈവും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ലെങ്ത്ത് കൂടിയ വീഡിയോ ഇടാൻ നോക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കൂടി പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതിൽ മുഴുവനായിട്ട് കണ്ടൻറ്റ് വന്നിരിക്കണം. അപ്പോൾ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണെന്ന് വെച്ചാൽ തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും ആ 5 മിനിറ്റുള്ളൊരു വീഡിയോ ആണെന്ന് വെച്ചാലോ അതിനെ നമ്മൾ നീട്ടി വലിച്ച് 10 മിനിറ്റ് ആക്കാൻ പാടില്ല. ആ 10 മിനിറ്റ് ഫുള്ളായിട്ട് കുക്കിങ്ങിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ നീട്ടി വലിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ ചേർത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ കണ്ടൻറ്റും ഉൾപ്പെടുത്തണം, ലെങ്ത്തും കൂടുതലായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ വാച്ചവേഴ്സ് കൂടാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ തുടക്കക്കാരോടാണ് ഞാനിത് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ ലെങ്ത്ത് കുറഞ്ഞ വീഡിയോസാണ് ചെയ്തത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എനിക്ക് പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ടെക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ, എനിക്ക് അറിയുന്നത് കൊണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെയെന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ എന്താ പറയുക, ഒരു 4 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വാച്ചവേഴ്സ് കൂടാനായിട്ടുള്ളത് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ ടൈം പ്രോപ്പറായിരിക്കണം. ഒന്നാമത് ഞാൻ പറഞ്ഞു ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുമ്പ് തന്നെ മാക്സിമം എടുത്ത് വെക്കാൻ നോക്കുക. കാരണം അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ സമയം എടുക്കും. അപ്പോൾ പിന്നെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനും സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഒരു ടൈം എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ വീഡിയോ ഒക്കെ ആണെങ്കിൽ വൈകിട്ടായിരിക്കും മിക്കവാറും എല്ലാവരും അപ്ലോഡ് ചെയ്യുക. ചിലവർ രാവിലെ ചെയ്യുന്നവരുണ്ടാവും, വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും, പിന്നെ കുക്കിങ്ങിന് ചിലപ്പോൾ ഉച്ചയ്ക്ക് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ഓരോ ടൈമിങ്ങിലാണ് കൂടുതൽ പേര് കാണുന്നതിനനുസരിച്ചാണ് വീഡിയോ ഓരോരുത്തരും അപ്ലോഡ് ചെയ്യുന്നതില്ലേ. അപ്പോൾ
ഇപ്പോൾ കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ ചിലർ ഉച്ചയ്ക്ക് ചെയ്യും. കാരണം വീട്ടമ്മമാരാണ് കൂടുതലായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് ഇരിക്കുമ്പോൾ കാണുന്നത് യൂട്യൂബ്. അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഏത് ടൈമോ നിങ്ങൾ ചൂസ് ചെയ്യാം. ഇന്ന ടൈമൊന്നും ഉണ്ടാവില്ല, നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള ടൈം ചൂസ് ചെയ്യാം. അപ്പോൾ ഡെയിലി 2 മണിക്കാണ് ഉച്ചയ്ക്ക് 2 മണിക്കാണ് വീഡിയോ ഇടുന്നെങ്കിൽ നിങ്ങൾ ഡെയിലി 2 മണിക്ക് ഇടാൻ നോക്കുക. കാരണം ആ ടൈം തെറ്റാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യൂസ് കുറയാൻ സാധ്യതയുണ്ട്. വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുറയും. കാരണം വാച്ച് അവർ ഉണ്ടാവില്ല, സബ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് 2 മണിക്ക് തന്നെ എപ്പോഴും ഇടാൻ നോക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ യൂട്യൂബ് നമുക്ക് റെക്കമെൻഡേഷൻ കൂടുതലും ഉൾപ്പെടുത്താൻ നോക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. ഇവർ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന ആളാണ്. ഇവർക്ക് എന്തായാലും റെക്കമെൻഡേഷൻ ഇങ്ങനെ നമുക്ക് ക്രോസ് ഫീച്ചർ വഴി കൂടുതലും പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ ലെങ്ത്ത് കൂടിയ വീഡിയോ ആണ് ഇടുന്നതെങ്കിലും അപ്പോൾ യൂട്യൂബിന് കുറച്ചുകൂടെ റെക്കമെൻഡേഷൻ കൂട്ടാനുള്ള ഇത് തോന്നും. മനസ്സിലായോ? വീഡിയോസ് ഇങ്ങനെ ഓരോ ദിവസവും ഇടുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ലത്. 1-2 ഇടുകയാണെങ്കിൽ അങ്ങനെ 2 ദിവസത്തിലൊരിക്കലും അത് അവരവരുടെ സൗകര്യം ഇട്ടൊക്കെ. പക്ഷേ എങ്ങനെ ഇടുകയാണെന്ന് വെച്ചാലും കൺസിസ്റ്റൻസി ആയിട്ട് ഒരേ ടൈമിൽ ഇടാൻ നോക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് വാച്ചവറും വ്യൂസും സബും എല്ലാം കൂടി വരും. അപ്പോൾ നമുക്ക് ഒന്ന് കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി വരും. മനസ്സിലായോ? ബാക്കിൽ തന്നെ വരും. അതാണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പിന്നെ വലിച്ചു നീട്ടുന്നില്ല. പിന്നെയെന്ന് പറയുന്നത് 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വീഡിയോ ഇടുന്നുണ്ട്. ഈ തുടക്കക്കാരോട് കേട്ടോ കൂടുതലും പറയുന്നത്. കാരണം അവർക്ക് വീഡിയോ ഇടുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നൊന്നും അറിയുന്നില്ല. വെറുതെ വീഡിയോ ഇടും, എന്തൊക്കെയോ ചെയ്യും, അങ്ങനെയുള്ളൂ കേട്ടോ. അത് തുടക്കക്കാരായതുകൊണ്ട് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ സ്ക്രീനിൽ പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, പിന്നെ കാർഡ്സ് പറഞ്ഞിട്ടൊന്നുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ. മനസ്സിലായോ? അത് നമുക്ക് ക്രോമിലൂടെ പോയാൽ മാത്രമേ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക. കാരണം അത് സജസ്റ്റിംഗ് വീഡിയോസാണ്. നമ്മുടെ വീഡിയോ കഴിഞ്ഞ് അവസാനം എത്തുമ്പോഴും അതിൽ എൻ്റെ സ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 4 അല്ലെങ്കിൽ 3, 2 അങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള 4 മാക്സിമം ഇടാൻ പറ്റുക. പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ബട്ടണും വേണമെങ്കിൽ ആഡ് ചെയ്യാം. മനസ്സിലായി? പ്ലേലിസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ആ 4 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ അവസാനമാണല്ലോ വരുന്നത്. അപ്പോൾ അത് കാണാനുള്ളൊരു ടെൻഡൻസി തോന്നും ആളുകൾക്ക്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട വീഡിയോ അതിൽ ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാണെങ്കിൽ നല്ല വീഡിയോ ആയിരുന്നു, സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ എന്ന് പറയുന്നത് അതിൽ തന്നെ 3ാമതായിട്ട് പറയാനുള്ളത് കാർഡ്സ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ കാർഡ്സ് എന്ന് പറയുന്നത് 5 വീഡിയോസ് അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് അങ്ങനെ ചാനൽ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതും നമ്മുടെ സ്ക്രീനിൻ്റെ മേലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് അതിൻ്റെ ഹെഡിങ് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇതിലുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ചൂസ് ചെയ്യാം ഈ 5 അപ്പോൾ അത് കാണാൻ പറ്റും. ചിലപ്പോൾ 5 കണ്ടു എന്ന് വരാം, ചിലപ്പോൾ ഇഷ്ടമുള്ളത് മാത്രം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ടു എന്ന് വരാം. അപ്പോൾ അങ്ങനെയും നമുക്ക് സബ്സ്ക്രൈബേഴ്സും വാച്ചേഴ്സും വ്യൂസൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും അത് കറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ നോക്കുക. മനസ്സിലായോ? അതാണ് 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് പ്ലേലിസ്റ്റാണ്. നമ്മളിപ്പോൾ ഓരോ വീഡിയോ ചെയ്യുന്നു, ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് ചിലവർ പലതരം വീഡിയോകൾ ചെയ്യുന്നുണ്ടാവും. ഞാൻ തന്നെ പലതരം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് തോന്നുന്ന ടിപ്സ് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയ ശേഷം നമുക്ക് ഏതാണോ റീച്ച് കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ മാറുക. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലും വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും കിട്ടത്തുള്ളൂ കേട്ടോ. ഏത് രംഗത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ, അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ ഒരു കാറ്റഗറി ആയിട്ട് വേർതിരിച്ചിടുക, എന്താണ് പ്ലേലിസ്റ്റ് ആക്കിയിട്ട്. അപ്പോഴും നമുക്ക് പെട്ടെന്ന് വ്യൂസ് കൂടാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ പ്ലേലിസ്റ്റ് ആക്കി ഇടുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഏത് ടോപ്പിക്ക് വേണമെന്ന് സെലക്ട് ചെയ്ത് അത് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വ്യൂസും വാച്ചവറും സബ്സ്ക്രൈബേഴ്സും കൂടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർ യൂട്യൂബിൽ തന്നെ വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് 1-2 വീഡിയോകൾ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്ത് വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാച്ചവേഴ്സ് കൂടാൻ സാധ്യതയുണ്ട്. വാച്ചവേഴ്സ് എന്ന് പറയുമ്പോൾ വ്യൂസ് കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടും, എല്ലാം കൂടും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിരുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.